നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വേൾഡ് മലയാളി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണം അതിഗംഭീരമായി ആഘോഷിച്ചു. വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷം 2025 സെപ്റ്റംബർ 6-ന്. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി 2 ഏക്കർ വീടും സ്ഥലവും വിട്ടുനൽകി ഫോമ വെസ്റ്റേൺ റീജിയൻ RVP ജോൺസൺ ജോസഫും സഹോദരനും. ഇന്ത്യ അസോസിയേഷൻ ഓഫ് നോർത്ത് ടെക്സസ് 48ാമത് ആനന്ദ് ബസാറും ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനവും ആഘോഷിച്ചു. ഫോമ മെട്രോ റീജിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച NK ലൂക്കോസ് വോളിബോൾ ടൂർണമെന്റിൽ ആദ്യകാല വോളിബോൾ താരങ്ങളായ സൈമൺ ജോർജ്, ബേബിക്കുട്ടി തോമസ്, സോമൻ തോമസ് എന്നിവരെ ആദരിച്ചു. 5ാമത് കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയികളായി അനന്തപുരി ചുണ്ടൻ. വാർത്തകൾ വിശദമായി. വേൾഡ് മലയാളി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണം അതിഗംഭീരമായി ആഘോഷിച്ചു. കരോൾട്ടണിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ഇഗ്നേഷ്യസ് യാക്കോബായ ദേവാലയ ഓഡിറ്റോറിയമാണ് ആഘോഷങ്ങൾക്ക് വേദിയായത്. അന്ന മേരി അഗസ്റ്റിന്റെ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ നോർത്ത് ടെക്സസ് പ്രൊവിൻസിന്റെ പ്രസിഡന്റ് ആൻസി തലച്ചിലൂരിന്റെ സ്വാഗത പ്രസംഗത്തിന് ശേഷം ഗ്ലോബൽ ചെയർമാൻ ശ്രീമാൻ ഗോപാലപിള്ള, അമേരിക്കൻ റീജിയൻ പ്രസിഡന്റ് ശ്രീമാൻ ജോൺസൺ തലച്ചിലൂർ, മുഖ്യാതിഥിയായ സെന്റ് മറിയം ത്രേസ്യ മിഷൻ നോർത്ത് ഡാലസ് ഡയറക്ടർ ഫാദർ ജിമ്മി എടക്കളത്തൂരും മറ്റു ഭാരവാഹികളും ഒരുമിച്ച് ഈ വർഷത്തെ ഓണാഘോഷത്തിന് തിരിതെളിച്ചു. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് മുഖ്യാതിഥിയായ ജിമ്മി അച്ഛൻ ഓണസന്ദേശത്തിന് തുടക്കം കുറിച്ചു. കേരളീയ പൈതൃകത്തെ ഉണർത്തുന്നതും അതുപോലെ വർണ്ണവിവേചനമില്ലാത്തതുമായ ഒരു ആഘോഷമാണ് ഓണം. മാവേലിയില്ലാതെ ഓണമില്ല. മാ പ്ലസ് വേലി പ്രതിനിധാനം ചെയ്യുന്നത് മാവേലിയോ അതിർവരമ്പുകളോ ഇല്ലാത്ത ഒരു രാജ്യത്തിന്റെ ഭാഗമാകുവാൻ നമ്മൾ ഓരോരുത്തർക്കും ഈ ഓണാവസരത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. നർമ്മദ നദിയുടെ തീരത്ത് 100ാം യാഗശാലയുടെ അടുത്ത് മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനൻ 3 അടി യാചിച്ച അസുരവംശജനായ മഹാബലിയുടെ അടുത്ത് ചെല്ലുന്ന കഥ, ഭാഗവതത്തിൽ വേദവ്യാസൻ പ്രതിപാദിക്കുന്നതിനെക്കുറിച്ചുള്ള അച്ഛന്റെ വിവരണം സദസ്യർക്ക് വളരെ ഹൃദ്യമായി അനുഭവപ്പെട്ടു. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് സണ്ണിവേലിൽ സിറ്റി കൗൺസിൽ മെമ്പറാവുകയും അതോടൊപ്പം തന്നെ വേൾഡ് മലയാളി കൗൺസിലിന്റെ സണ്ണിവേൽ പ്രൊവിൻസിന്റെ പ്രസിഡന്റുമായ മനു ഡാനിയെ അച്ഛൻ പ്രശംസിച്ച് സംസാരിക്കുകയുണ്ടായി. അത്തപ്പൂക്കളം കേരളത്തിന്റെ കലാസാംസ്കാരിക തനിമയോടു കൂടിയുള്ള ഗ്രൂപ്പ് സോങ്, ഗ്രൂപ്പ് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, തിരുവാതിര, നാടൻപാട്ട് തുടങ്ങിയവയും താലപ്പൊലിയും ചെണ്ടമേളത്തോടു കൂടി മഹാബലിയെ എതിരേറ്റ് വേദിയിലേക്ക് ആനയിച്ച കാഴ്ചയും വളരെയധികം മനോഹരമായ ഒരു ദൃശ്യവിരുന്നായിരുന്നു. ഓണാഘോഷത്തിൽ പങ്കാളികളായ ഏവർക്കും ഇലയിൽ വിളമ്പിയ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. സ്മിത ജോസഫ്, മനു തോമസ്, അമ്പിളി ലിസ ടോം എന്നിവർ MC-മാരുടെ പങ്ക് മനോഹരമായി വഹിച്ചു. ചെയർമാൻ സുഗു വർഗീസ്, സജി ജോസഫ്, പ്രസിഡന്റ് ആൻസി തലച്ചില്ലൂർ, മനു ഡാനി, ജനറൽ സെക്രട്ടറി സ്മിത ജോസഫ്, സാജോ തോമസ്, ട്രഷറർ സിറിൽ ചെറിയാൻ, പ്രസാദ് വർഗീസ് എന്നിവർ ഈ ആഘോഷത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് eMalayali. അമേരിക്കയിലെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിൽ ഒന്നായ വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷം 2025 സെപ്റ്റംബർ 6-ന് ശനിയാഴ്ച 11 മണി മുതൽ 6 മണി വരെ പോർച്ചെസ്റ്റർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടത്തുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു. അസോസിയേഷന്റെ 50ാം ഓണാഘോഷമാണ് ഈ വർഷം. ഗോൾഡൻ ജൂബിലി ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായി നാട്ടിൽ അനാഥാലയങ്ങളിൽ വസിക്കുന്ന 5000 പേർക്ക് ഓണസദ്യ കൊടുക്കുക എന്ന മഹത് കർമ്മം വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ നടപ്പിലാക്കുന്നു. ആരും ഇല്ലാത്തവർക്കും വിശന്നു വലയുന്നവർക്കും ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു പുണ്യപ്രവൃത്തിയും ഇല്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അസോസിയേഷൻ അങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിയത്. 50 വർഷം ആഘോഷിക്കുന്ന അപൂർവ സംഘടനകളിൽ ഒന്നാണ് വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ. എല്ലാ വർഷവും നടക്കുന്ന നമ്മുടെ ഓണാഘോഷം കേരളക്കരയിലേക്ക് നമ്മെ തിരികെ കൊണ്ടുപോകുന്ന ഒരു പ്രതീതി കൂടി ഉണ്ടാക്കുന്നതാണ് വെസ്റ്റ്ചെസ്റ്ററിന്റെ ഓണാഘോഷം. എല്ലാ വർഷവും നൂതനമായ കലാപരിപാടികളും വിഭവസമ്പന്നമായ സദ്യയും എന്നും അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ അസോസിയേഷന്റെ ഭാരവാഹികൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരു സംഘടനയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷം എന്നത് ഒരു ചരിത്രം തന്നെയാണ്. പ്രത്യേകിച്ചും ജനിച്ച നാടും വീടും മറ്റൊരു ഭൂമിയിലാകുമ്പോൾ ആ ചരിത്ര മുഹൂർത്തത്തിന് പത്തര മാറ്റുകൂടും.
ഓണക്കാലത്തിന്റെ എല്ലാ അനുഭൂതിയും ഉണർത്തുന്ന പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചെണ്ടമേളവും ശിങ്കാരി മേളത്തോടും കൂടിയ താലപ്പൊലിയുമായി മാവേലി തമ്പുരാനെ വരവേൽക്കുന്നതോടെ അത്തപ്പൂക്കളവും തിരുവാതിരക്കളിയും പുലികളിയും അങ്ങനെ കേരളത്തിലെ ഓണത്തിന് എല്ലാ ആഘോഷങ്ങളോടും കേരള തനിമയോടും കൂടി വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ ഓണം കൊണ്ടാടുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുവാനും ഓണം വിരുന്നുകളുമായി കലാഭവൻ ലാലിന്റെ മിമിക്രി, കോമഡി സ്ക്രിപ്റ്റ്, ഓട്ടംതുള്ളൽ, ഗാനമേള തുടങ്ങി നിരവധി കലാപരിപാടികൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വെസ്റ്റ്ചെസ്റ്ററിന്റെ ഓണം ന്യൂയോർക്ക് മലയാളികളുടെ ഒത്തുചേരൽ കൂടിയാണ്. പ്രവാസിയുടെ സ്നേഹ കൂട്ടായ്മകളിലെ ആഘോഷങ്ങളിൽ നമ്മുടെ ഓണം കഴിഞ്ഞേ ഉള്ളൂ മറ്റ് ഏതൊരാഘോഷവും. ഓണാഘോഷം വിജയപ്രദമാക്കുവാൻ വെസ്റ്റ്ചെസ്റ്റർ, ന്യൂയോർക്ക് നിവാസികളായ എല്ലാ മലയാളി സഹോദരങ്ങളുടെയും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നതായി പ്രസിഡന്റ് തോമസ് കോശി, സെക്രട്ടറി നിരീഷ് ഉമ്മൻ, ട്രഷറർ അലക്സാണ്ടർ വർഗീസ്, വൈസ് പ്രസിഡന്റ് ഏലമ്മ രാജ് തോമസ്, ജോ ഡാനിയൽ, ജോയിന്റ് ട്രഷറർ മോളമ്മ വർഗീസ്, ട്രസ്റ്റി ബോർഡ് സെക്രട്ടറി KJ ഗ്രിഗറി, കോർഡിനേറ്റേഴ്സായ ടെറസൻ തോമസ്, ആന്റോ വർക്കി എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി 2 ഏക്കർ വീടും സ്ഥലവും വിട്ടുനൽകി ഫോമ വെസ്റ്റേൺ റീജിയൻ RVP ജോൺസൺ ജോസഫും സഹോദരനും. ഫോമ മെട്രോ റീജിയൻ കിക്ക് ഓഫ് ചടങ്ങിൽ MLA മോൻസ് ജോസഫാണ് തന്റെ മണ്ഡലത്തിൽ നിന്നുള്ള ജോൺസൺ ജോസഫിന്റെയും സഹോദരന്റെയും കാരുണ്യ പ്രവർത്തനങ്ങൾ പുറം ലോകത്തിന് മുന്നിൽ അറിയിച്ചത്. ലോസ് ഏഞ്ചൽസിൽ നിന്നുള്ള ജോൺസൺ ജോസഫുമായി കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു കുടുംബാംഗമെന്ന നിലയിൽ അടുത്ത സ്നേഹവും സൗഹൃദവുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കടുത്തുരുത്തി മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെയും സഹോദരരുടെയും വീടും 2 ഏക്കർ സ്ഥലവും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സിസ്റ്റേഴ്സിന് കൈമാറുന്ന സുപ്രധാനമായ തീരുമാനം അദ്ദേഹവും സഹോദരരും ഈ അടുത്ത സമയത്ത് എടുക്കുകയുണ്ടായി. ആ സ്ഥലത്ത് 100ഓളം വരുന്ന നിരാലംബരായ മനുഷ്യരെ അന്തേവാസികളായി താമസിപ്പിക്കും. ഫോമയുടെ ഒഫീഷ്യലായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ധാർമ്മികമായ ഈ തീരുമാനത്തെ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടി ഇന്ന് മനുഷ്യർ കൊലപാതകം വരെ നടത്തുന്നത് നമ്മൾ കാണുന്നു. ഈ 2 ഏക്കർ സ്ഥലം വിട്ടുകൊടുത്ത് അവിടെ 100ഓളം വരുന്ന പാവങ്ങളെ താമസിപ്പിക്കാൻ കഴിയുന്ന പ്രൊജക്ട് യാഥാർത്ഥ്യമാക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെ എത്ര വലിയ കാര്യമാണ്. ഇത് സംഘടനയുടെ തേജസ്സിന്റെയും മനുഷ്യനന്മയുടെയും മുഖമുദ്രയായിട്ടാണ് കാണാൻ കഴിയുന്നതെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. പിന്നീട് മലയാളി ജോൺസണുമായി സിസ്റ്റർ റോസ്ലി സംസാരിച്ചു. കുറവിലങ്ങാട് നസ്രത്ത് ഹില്ലിലാണ് വണ്ടാനം തടത്തിൽ കുടുംബം. തങ്ങൾ 9 സഹോദരരാണ്. 7 പേർ അമേരിക്കയിലും 2 പേർ ഇന്ത്യയിലും. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ സിസ്റ്റർ റോസ്ലിയുടെ നേതൃത്വത്തിലുള്ള സ്നേഹതീരം പ്രസ്ഥാനത്തിനാണ് ഇത് നൽകിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ പുനലൂരിലുള്ള വിളകുടയിലാണ് സിസ്റ്റർ റോസ്ലിയുടെ നേതൃത്വത്തിൽ സ്നേഹതീരം ഓർഫനേജ് പ്രവർത്തിക്കുന്നത്. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന 100ഓളം പേരെ ഇവിടെ കെട്ടിടം പണിത് പാർപ്പിക്കുകയാണ് ലക്ഷ്യം. 9 പേരിൽ ഇളയാളാണ് ജോൺസൺ. 7 സഹോദരർ ഇതിന്റെ പേപ്പറുകൾ ഒപ്പിട്ടു കഴിഞ്ഞു. 1/4 നൂറ്റാണ്ട് മുൻപ് അമേരിക്കയിലെത്തിയ ജോൺസൺ ലോസ് ഏഞ്ചൽസിൽ മാനുഫാക്ചറിംഗ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. ഭാര്യ റോസമ്മ കൈസർ ഹോസ്പിറ്റലിൽ ചാർജ് നഴ്സ്. മക്കൾ ജോയൽ, ജനിയ, ജിബിൻ എന്നിവരാണ്. ആലിസ് തോമസ്, ലില്ലി ഫ്രാൻസിസ്, വത്സ ജോഷി എന്നീ സഹോദരിമാരും ജോളി ജോസഫ്, തങ്കച്ചൻ ജോസഫ്, സോണി ജോസഫ്, ഷാജി ജോസഫ്, പ്രിൻസ് ജോസഫ് എന്നിവരാണ് സഹോദരർ. ന്യൂസ് ഡെസ്ക് മലയാളി. ഇന്ത്യ അസോസിയേഷൻ ഓഫ് നോർത്ത് ടെക്സസ് 48ാമത് ആനന്ദ് ബസാറും ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനവും ആഘോഷിച്ചു. 10,000 ആളുകളാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. മുഖ്യാതിഥി ഹ്യൂസ്റ്റണിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ശ്രീ DC മഞ്ജുനാഥ് സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തി. പ്രമുഖരും പ്രാദേശിക നേതാക്കളും സന്നദ്ധ സംഘടനകളും അണിനിരന്ന ദേശഭക്തി വിളിച്ചോതുന്നതായിരുന്നു പരേഡ്. ഡാളസിലെ പ്രാദേശിക ഡാൻസ് സ്കൂളുകൾ അവതരിപ്പിച്ച മനോഹരമായ കലാപരിപാടികൾ, അയാൻ നേതൃത്വത്തിലുള്ള ശ്രീ രാജീവ് കാമത്ത്, ശ്രീ മഹേന്ദ്ര റാവു, ശ്രീ BN റാവു എന്നിവരുടെ ഹൃദയസ്പർശിയായ പ്രസംഗങ്ങൾ, ഭക്ഷണം, ഷോപ്പിംഗ്, സാംസ്കാരിക പ്രദർശനങ്ങൾ എന്നിവയുമായി 130-ൽ-അധികം സ്റ്റാളുകൾ, കുട്ടികൾക്കായി ഹെമന്തി, ഫേസ് പെയിന്റിംഗ്, ബൗൺസ് ഹൗസുകൾ, ക്രിക്കറ്റ്, ഇന്ത്യൻ ഐഡൽ 13ാമത് വിജയ് ഋഷി സിംഗ്, ഇന്ത്യൻ ഐഡൽ 14ാമത് ഫൈനലിസ്റ്റ് അഞ്ജന പത്മനാഭൻ എന്നിവർ നയിച്ച സംഗീത കച്ചേരി, രാത്രി ആകാശത്തെ പ്രകാശപൂരിതമാക്കിയ അതിമനോഹരമായ വെടിക്കെട്ട്, വിവിധ വിനോദങ്ങൾ എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികൾ ആഘോഷത്തിന്റെ മാറ്റു വർദ്ധിപ്പിച്ചു. ഐക്യം, സംസ്കാരം, ഇന്ത്യയുടെ ആത്മാവ് എന്നിവയെല്ലാം നോർത്ത് ടെക്സസിൽ വെച്ച് നാം ഒരുമിച്ച് ആഘോഷിച്ചു.
ഈ അവിസ്മരണീയമായ ആഘോഷം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും സ്പോൺസർമാർക്കും സാമൂഹിക പങ്കാളികൾക്കും വൈസ് പ്രസിഡന്റ് കേരളത്തിൽ നിന്നുള്ള ജസ്റ്റിൻ വർഗീസ് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. മെട്രോ റീജിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച NK ലൂക്കോസ് വോളിബോൾ ടൂർണമെന്റിൽ ആദ്യകാല വോളിബോൾ താരങ്ങളായ സൈമൺ ജോർജ്, ബേബിക്കുട്ടി തോമസ്, സോമൻ തോമസ് എന്നിവരെ ആദരിച്ചു. ആദ്യകാല കളിക്കാരായ സൈമൺ ജോർജ്, ബേബിക്കുട്ടി തോമസ്, സോമൻ തോമസ് എന്നിവരെയാണ് പ്ലാക്ക് നൽകി ആദരിച്ചത്. സൈമൺ ജോർജ് 1971 1972 തിരുവനന്തപുരത്തെ മാർ ഇവാനിയോസ് കോളേജിൽ നിന്നും കേരള സർവകലാശാലയെ പ്രതിനിധീകരിച്ചു. ഇന്ത്യൻ സർവകലാശാല ടീമിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. US കുടിയേറുന്നതുവരെ കേരളത്തിലെ ടൂർണമെന്റുകളിൽ ഒരു പ്രമുഖ കളിക്കാരനായിരുന്നു. ഇപ്പോൾ സ്റ്റാർലിംഗ് സീ ഫുഡ്സ് പാർട്ട്ണറാണ്. ബേബിക്കുട്ടി തോമസ് 1976 77 കേരള സ്റ്റേറ്റ് സ്കൂൾ ടീമിൽ കളിച്ചു. 1982 83 84 വർഷങ്ങളിൽ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ചു. 1990കളുടെ തുടക്കത്തിൽ അമേരിക്കയിൽ എത്തിയ ശേഷം ന്യൂയോർക്കിലെ കേരള സ്പൈക്കേഴ്സിനായി ജിമ്മി ജോർജ് മെമ്മോറിയൽ ടൂർണമെന്റിൽ കളിക്കാനായി ആരംഭിച്ചു. 1992 93 94 96 വർഷങ്ങളിൽ ജിമ്മി ജോർജ് ടൂർണമെന്റിന്റെ ബെസ്റ്റ് സെറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടു. സോമൻ ജോൺ തോമസ് പേരെടുത്ത വോളിബോൾ കളിക്കാരനല്ല, മറിച്ച് സംഘാടകനാണ്. ന്യൂയോർക്കിലെ കേരള സ്പൈക്കേഴ്സിന്റെ സ്ഥാപക പ്രസിഡന്റാണ്. 1973 വിദ്യാർത്ഥിയായി എത്തിയ ആദ്യകാല മലയാളികളിൽ ഒരാളായ അദ്ദേഹം സ്വദേശമായ ചെങ്ങന്നൂരിൽ വോളിബോൾ കളിയിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഇവിടെ UN ഉദ്യോഗസ്ഥനായപ്പോൾ US കോർട്ടിൽ ചില മലയാളികൾക്കൊപ്പം വോളിബോൾ കളിക്കാൻ ആരംഭിച്ചു. പിന്നീട് മികച്ച കളിക്കാരായ തിയാടിക്കൽ ബാബു, ജെയിംസ് തുടങ്ങിയവരെത്തി. കേരള സ്പൈക്കേഴ്സ് രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ സ്ഥാപക പ്രസിഡന്റായി. ആദ്യകാലത്ത് പല ടൂർണമെന്റുകളും നടത്തുന്നതിനായി ഏറെ കഷ്ടപ്പെട്ടു. അന്നൊന്നും കാര്യമായ ജനപിന്തുണയോ സാമ്പത്തിക സഹായമോ കിട്ടിയിരുന്നില്ല. ഇന്നിപ്പോൾ സ്ഥിതി മാറി. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലും നഗരങ്ങളിലും വോളിബോൾ പ്രചാരം നേടി. മലയാളികൾ ഉള്ളിടത്തെല്ലാം കളികൾ ജനകീയമായി. നഗരങ്ങളിൽ മാത്രമല്ല, നയഗ്രയിലും ഹാംപ്ടണിലുമെല്ലാം ടൂർണമെന്റുകൾ നടക്കുന്നു. യുവജനതയും ആവേശപൂർവ്വം പങ്കെടുക്കാൻ മുന്നോട്ട് വരുന്നു. ഉയരമുള്ള ചെറുപ്പക്കാർ കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ജ്ഞാനായ സമുദായം കളിക്ക് നൽകിയ പിന്തുണയാണ് ഈ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചത്. ചീട്ടുകളി, വോളിബോൾ, വടംവലി എന്നിവയൊക്കെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്പോൺസർമാരെ കിട്ടുക ഇന്ന് വിഷയകരമല്ല. കളിക്കാർ ദൂരത്തു നിന്നും ടൂർണമെന്റുകൾക്ക് വരാൻ മടിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. മലയാളികളുടെ ആത്മാഭിമാനമായ 15ാമത് കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് കാനഡയിലെ ബ്രാംപ്ടൺ നഗരം വേദിയായി. വാശിയേറിയ മത്സരത്തിൽ ട്രിവാൻഡ്രം ക്ലബിന്റെ അനന്തപുരി ചുണ്ടൻ വിജയികളായി. ലോകമെമ്പാടുമുള്ള വള്ളംകളി പ്രേമികളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് കേരളത്തിന് വെളിയിൽ നടത്തപ്പെടുന്ന ഏറ്റവും വലുതും പഴയതുമായ വള്ളം കളിയാണ് ബ്രാംപ്ടൺ ബോട്ട് റേസ് എന്നറിയപ്പെടുന്ന കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളി. ഈ രാജ്യത്തിൻ്റെ തന്നെ വലിയ ഒരു ഉത്സവമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. കാനഡയിലെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, MP-മാർ, MPP-മാർ, പോലീസ്, ഫയർഫോഴ്സ്, പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന, ഡൽഹി തുടങ്ങിയ അന്തർ സംസ്ഥാന ടീമുകൾ, നിരവധി രാജ്യങ്ങളിൽ നിന്നുമുള്ള ടീമുകൾ തുടങ്ങി മലയാളികളുടെ അന്തസ്സ് വാനോളം ഉയർത്തുന്നതാണ് ഈ വള്ളംകളി. ഈ മഹോത്സവത്തിന് നടക്കുന്ന വർണ്ണശബളമായ കമ്മ്യൂണിറ്റി പരേഡിന് ആയിരങ്ങൾ അണിനിരന്നു. തുടർന്ന് നടന്ന സമ്മേളനം കാനഡയുടെ ട്രഷറി ബോർഡ് പ്രസിഡന്റ് ഷഫക്കത്ത് അലി MP ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രാംപ്ടൺ മേയർ പാട്രിക് ബ്രൗൺ ആദ്യ ടീം ക്യാപ്റ്റനായി മത്സരത്തിന് പതാക ഉയർത്തി. കാനഡയുടെ ആഭ്യന്തര സഹമന്ത്രി റൂബി സഹോദ കാനഡയുടെ പതാകയും സമാജം പ്രസിഡന്റ് കുര്യൻ പ്രാക്കാനം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പതാകയും ഉയർത്തി. ഒന്റാരിയോ മന്ത്രി ഗ്രഹാം മക്ഗ്രിഗോർ, പ്രപ്മിത് സിംഗ് സർക്കാരിയ, സോണിയ സിന്ധു MP, അമർജിത് ഗിൽ MP, അമൻദീപ് സോതി MP, അമർജോത് സന്ധു MPP, ഷറാഫ് സഭാവി MPP, സിറ്റി കൗൺസിലർമാർ തുടങ്ങി പ്രമുഖർ വിവിധ സമ്മേളനങ്ങളുടെ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. കാനഡയിലെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും MP-മാരും MPP-മാരും പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ടീമുകളും പങ്കെടുക്കുന്ന ഏക മത്സരമാണിത്. വാശിയേറിയ മത്സരത്തിൽ ട്രിവാൻഡ്രം ക്ലബിന്റെ അനന്തപുരി ചുണ്ടൻ വിജയികളായി. കുട്ടനാട് ടൗൺ ബോട്ട് ക്ലബ്,
ചമ്പക്കുളം ചുണ്ടൻ 2ാം സ്ഥാനം നേടി. സമാജം പ്രസിഡന്റ് കുര്യൻ പ്രാക്കാനം വിജയികൾക്ക് ട്രോഫി നൽകി. വിജയികൾക്കുള്ള $2000 ക്യാഷ് പ്രൈസ് മെഗാ സ്പോൺസർ അരുൺ ശിവരാമൻ നൽകി. കാനഡയിലെ ഏതാണ്ട് 50-ൽ പരം മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായ NFMA എന്ന കനേഡിയൻ മലയാളി ഐക്യവേദിയുടെ പ്രസിഡന്റ് കൂടിയായ കുര്യൻ പ്രാക്കാനം നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമായ ബ്രാംപ്ടൺ മലയാളി സമാജമാണ് കനേഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സംഘാടകർ. എന്റർടൈൻമെന്റ് ചെയർമാനും മെഗാ സ്പോൺസറും കൂടിയായ അരുൺ ശിവരാമൻ, സമാജം വൈസ് പ്രസിഡന്റ് പ്രീജി ജയകുമാർ, ജനറൽ സെക്രട്ടറിമാരായ യോഗേഷ് ഗോപകുമാർ, ബിനു ജോഷുവ, ട്രഷറർ ഷിബു ചെറിയാൻ, ഓർഗനൈസിംഗ് സെക്രട്ടറിമാരായ ലജു രാമചന്ദ്രൻ, റാസിദ് സലിം, എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജോമൽ സെബാസ്റ്റ്യൻ, ഗോപകുമാർ നായർ, ഡോക്ടർ നിഖിൽ ഹാറൂൺ, ജെറിൻ ജേക്കബ്, അഖിൽ VS, അന്ന അഖിൽ പുതുശ്ശേരി, ഷിബു കൂടൽ, ജിതിൻ പുത്തൻവീട്ടിൽ, ബിബി എബ്രഹാം, ലിജോ ജോക്കുട്ടി, അജു അരവിന്ദ്, ബെഞ്ചമിൻ, ജൈസിൻ ജോൺ, റെനിത് രാധാകൃഷ്ണൻ, ബോബി എബ്രഹാം, സഞ്ജയ് മോഹൻ, വിവേക്, ബെൻസോൺ, ആഷിഖ്, അഖിൽ ജൂലിയൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മലയാളി. ഇതോടെ പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@maliali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.